ഇല്ല ഏട്ടാ, ഞാൻ ഇനി ഇടില്ല. നിന്റെ വേസ്റ്റ് നിന്റെ ഉത്തരവാദിത്വം എന്നുള്ള പഠിച്ചിട്ടില്ല. നിന്റെ വേസ്റ്റ് നിന്റെ ഉത്തരവാദിത്വം. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. എൻ്റെ കയ്യിൽ കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, അതുപോലെ ഫുഡ് വേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതൊരു പബ്ലിക് പ്ലേസിലൊക്കെ കൊണ്ടുപോയി തട്ടാൻ വേണ്ടി പോവാണ്. അപ്പം ആൾക്കാരുടെ റിയാക്ഷൻ എന്താണെന്നാണ് ഞാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വേസ്റ്റ് പിന്നാ? വേസ്റ്റ് പിന്നില്ല, വേസ്റ്റ് പിന്നൊന്നും കാണാനില്ല. പക്ഷെ നമുക്ക് വേസ്റ്റ് പിന്നല്ലേ, നമുക്കിവിടെ ഇങ്ങനെ പുറത്തിട്ടുമ്പോൾ ഇടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. വേസ്റ്റ് പുറത്തിടുമ്പോൾ ഒരു സുഖ. എന്ത് മോശം വേസ്റ്റ് ഇങ്ങനെ പുറത്തിടുമ്പോൾ എനിക്കിങ്ങനെ ഇങ്ങനെ അടി. അറിയില്ല, എന്തേലും പ്രത്യേകത ഉണ്ടോ? ഇന്ത്യയുടെ മാച്ച് അടക്കാൻ പോവാ. എനിക്ക് ഇങ്ങനെ നിലത്തിടുമ്പോൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം കിട്ടും വേസ്റ്റ് റോട്ടിലൊക്കെ എറിയുമ്പോൾ. അപ്പോൾ ഒരു ഹര ഇങ്ങനെ പല്ലൊക്കെ കടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖല്ലേ. അങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തരിച്ച് വരും വേസ്റ്റ് ഇങ്ങനെ പിന്നെ കറക്കി റോട്ടിൽ എറിയുമ്പോൾ. എനിക്ക് അവിടെ ഒരു കിക്ക് കിട്ടുന്നുണ്ട് വേസ്റ്റ് പുറത്ത് കളയുമ്പോൾ. അടിയിൽ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റാ. എനിക്കിങ്ങനെ ഞരമ്പ് ഇങ്ങനെ അടിയിൽ ഒരു സാധനം വരും. വേസ്റ്റ് ഇങ്ങനെ പുറത്ത് കളയുമ്പോൾ ഒരു സാധനം കിട്ടും, ഉള്ളിൽ നിന്ന് ഒരു കിക്ക് കിട്ടും. ഇത് ഇവിടെ കൊണ്ട് ഇടാല്ലേ? ആരും കാണുന്നില്ല. അപ്പൊ കാറിന്റെ അപ്പുറത്ത് കൊണ്ടിട്ട് പിന്നും കാണുന്നില്ല. കാറുകൾ ഇവിടെ കിടക്കില്ലേ, അതിന്റെ അപ്പുറത്ത് നടന്നു പോയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ നടന്നു പോകണേ. പക്ഷെ എനിക്ക് അങ്ങനെ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ എറിയുമ്പോ ഒരു ഇതാ, ഒരു വൈബാ അത്. എനിക്കങ്ങ് ഒരു സുഖം കിട്ടും പബ്ലിക്കിൽ ഇങ്ങനെ വേസ്റ്റ് എറിയുമ്പോൾ. പ്ലാസ്റ്റിക്കും അതുപോലെ ഫുഡ് വേസ്റ്റും അങ്ങനെ എറിയുമ്പോൾ ഒരു കിക്കാ ശീലിച്ചത്. വണ്ടി പെടുത്തില്ലല്ലോ. ഫുഡ് വേസ്റ്റ് ഇവിടെ കളയാലേ? ക്യാമറയിൽ പിടിച്ചതിനാണെങ്കിൽ അപ്പുറത്തെ സൈഡിലെവിടെയെങ്കിലും കൊണ്ടിട്ടുള്ളൂ. ക്യാമറ ഉണ്ട് മൊത്തം. പബ്ലിക് എറിയാൻ പാടില്ലല്ലേ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്നും? വേസ്റ്റ് ബാസ്ക്കറ്റ് അപ്പുറത്തുണ്ടാവും. ഇവിടെ ഇങ്ങോട്ട് പോയാലോ? ഇവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ ആ മൊത്തം ക്യാമറയാണ്. ഇപ്പോൾ കളിയും കൂടി ചെയ്യാൻ പോകും. ഇവിടെ കിടക്കട്ടെ, അവിടെ അല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടിക്കാർ തന്നെ പോണ വഴിക്കൊന്ന് തട്ടിയാലോ? എനിക്ക് വേറെ പല കാര്യങ്ങളും നോക്കാനുള്ള കാര്യം. നിന്റെ വേസ്റ്റ് നിന്റെ ഉത്തരവാദിത്വം എന്നുള്ള പഠിച്ചിട്ടില്ല. നിന്റെ വേസ്റ്റ് നിന്റെ ഉത്തരവാദിത്വം, അല്ലാണ്ട് മറ്റുള്ള ഒരു ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് നമ്മളുടെ ഉത്തരവാദിത്വം. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം.
മറ്റുള്ള വഴിക്ക് എറിയോ അല്ലെ അങ്ങനെ ഇത് ചെയ്യുകയല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മുടെ പോയിട്ട് വഴിയിൽ അറിയാൻ പാടില്ലല്ലേ? ഇല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തം ആ waste റൈസ് ഇല്ല ഏട്ടാ, ഞാൻ ഇനി ഇടില്ല. എടുക്കടാ. എന്താ ഒരു ബ്രോ? ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. അത് ഞാൻ ഇതൊരു ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. പബ്ലിക്കിൽ വേസ്റ്റ് ഇടുമ്പോ ആളുകളുടെ റിയാക്ഷൻ എന്താന്നുള്ളത്. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ പേരെന്താ ബ്രോ? നമ്മൾ ചെറിയ സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്താ റിയാക്ഷൻ എന്താണ്? ചേട്ടൻ പ്രതികരിച്ചു, അടിപൊളി. റോഷൻ ബ്രോ അടിപൊളിയാണ്. ഒരു ഹായ് കൊടുത്തോ. ഓക്കെ, താങ്ക് യു. ഹായ്. ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. ചാനലിന്റെ ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. പേരെന്താ? എന്റെ പെരുമാറ്റം കണ്ടിട്ടില്ലേ? അത് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ ചോദിച്ചപ്പോ കറക്റ്റായിരുന്നു. ചോദിച്ചപ്പോ ഒരു ചോദിച്ചു, അപ്പൊ ഞാൻ അതിന്റെ കറക്റ്റ് മറുപടി പറഞ്ഞു. പിന്നെ അത് ഭാഷ മാറിയല്ല. അതെ അതെ. എനിവേ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തി വെക്കുക. സാബിത്ത് ഉണ്ടായിരുന്നു, ഫാരിസ് ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂടെ. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയാക്കി കാണാം. അതുവരെ പീസ്.